രഞ്ജു, ഈ പ്രാവശ്യം ഓണത്തിന് ഒരു വാഴല 18 റുപ്പീസിനാ ഞങ്ങള് വാങ്ങിയേ. 10 റുപ്പീസോ? ആ, ഞാൻ 10 രൂപയ്ക്ക് കിലോ. അപ്പൊ എന്തൊരു കഷ്ടല്ലേ. പണ്ട് വാഴല വെറുതെ കിടന്നു, വെറുതെ അല്ല, പറമ്പിലൊക്കെ ഉള്ളത് കട്ട് ചെയ്ത് ആ കഴിക്കല്ലേ. ഞാൻ ഞെട്ടി. ഇതെന്താന്നറിയോ, ഞങ്ങളുടെ നെയ്ബർ ആന്റിക്ക് വാഴ ഉണ്ടായിരുന്നു. ആന്റി അതെല്ലാം ക്ലീൻ ചെയ്തു, വാഴ മുഴുവൻ വെട്ടി. അതുകൊണ്ട് മേടിക്കേണ്ടി വന്നു. ആദ്യമായിട്ടാ ഞാൻ ഇപ്രാവശ്യം മേടിക്കുന്ന ആ 10 രൂപയ്ക്ക്. യൂഷ്വലി ഫ്രീ ആയി കിട്ടുന്ന സാധനം എല്ലാം ഇപ്പൊ ബിസിനസ്സായി. പക്ഷെ നല്ല ടൈം ഓപ്പർച്യൂണിറ്റി കേട്ടോ പൈസ ആ ഉണ്ടാക്കാനും. ഗോപുനറിയോ, ഞങ്ങൾ ഇപ്രാവശ്യം സദ്യ വാങ്ങിയത് ഒരു സദ്യക്ക് 425 രൂപയായിരുന്നു. അതെയോ? ആ അതിന്റെ അകത്ത് ഒരു വാഴയില വെച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ നമ്മള് 4 പേർക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ 4 സദ്യ വാങ്ങില്ലല്ലോ, വേസ്റ്റ് അല്ലേ. ആ അപ്പൊ 3 സദ്യ വാങ്ങി, അങ്ങനെ 3 വാഴയില കിട്ടി. ഒരു വാഴയിലക്ക് 10 രൂപ കൊടുത്തിട്ട് വാങ്ങി. അത് പക്ഷെ പൂക്കളും പണ്ട് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലോ പൂക്കള് വാങ്ങുക. അതെ, വീട്ടിലുള്ള പൂക്കള് ആകെ പൂക്കള മത്സരത്തിന് മാത്രമായിരുന്നു വെളിന്ന്. പൂക്കള് വാങ്ങണത്. അതെ, ഇപ്പം പൂക്കള് പൈസ കൊടുത്ത് വാങ്ങുന്നു. പിന്നെ ഡ്രസ്സ് അതെ. എത്ര സെറ്റും മുണ്ടും എത്ര കുർത്തി ഓരോ ഫംഗ്ഷന് ഇട്ടത് പിന്നെ ഇടാൻ പറ്റില്ലല്ലോ. അതേ അപ്പൊ വർഷം. പിന്നെ അതിന് പോയി വേറെ വാങ്ങി, വേറെ വാങ്ങി. ഇപ്പൊ പണ്ടത്തേന്റെ ഉൾട്ടാണ് ഇപ്പൊ നടക്കുന്നത്. പണ്ട് കാണാൻ വിറ്റും ഓണം ഉണ്ണായിരുന്നു. ഇപ്പൊ നമ്മള് തിരിച്ച് ഓണം കഴിയുമ്പോഴേക്കും എല്ലാരും പൈസക്കാരാവും. എന്താ കാരണം, ഏത് സാധനം വാങ്ങാൻ പോയാലും കുറെ അതെ, പൈസ. അതെ. പിന്നെന്താണ്, കുക്കിംഗ് അറിയുന്നവർക്ക് കേറ്ററിംഗ് സർവീസ് തുടങ്ങാം. ഓണസദ്യ കുറെ ആൾക്കാർ ഓർഡർ ചെയ്യും. അതെ. സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിമാർക്കും ടൈലേഴ്സിനും നല്ല ലാഭം. നല്ല ബിസിനസ്. അതെ. ബാക്കി ഔട്ട്ലെറ്റ്സിൽ മുഴുവൻ ഓണം കളക്ഷൻ പിന്നെ പടർന്നിരിക്കുകയാണ്. നമ്മളുടെ മക്കളുടെ സ്കൂളിൽ വന്നപ്പോഴത്തേക്കിന് ഡാൻസ്, ആ, അതെ. ഓണം സെലിബ്രേഷൻ. അപ്പൊ അതിനു വേണ്ടി പോയി വേറെ വേറെ ഡ്രസ്സ്. നമ്മളെ വീട്ടിലെ ഫാമിലി കൂടുമ്പം ഒരു ഡ്രസ്സ്. പിന്നെ നമ്മൾ എവിടേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു അവിടെയൊക്കെ ഓരോ ഡ്രസ്സ്. പിന്നെ പായസം. നമ്മൾ ഈ സദ്യ വാങ്ങുമ്പം പായസം ശരിക്കും ഒരു ചെറിയ ഡപ്പയിലാണ് നമുക്ക് ആ. കിട്ടുന്നത്. പായസം വളരെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഫാമിലിയെ പോലുള്ളവർക്ക് അത് തികയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും ഓൺലൈന് നമ്മള് പായസം അതെ, വാങ്ങും. 2 ദിവസം മുമ്പ് തൊട്ടേ പാലട അതൊക്കെ നമുക്ക് ഫേവറേറ്റ് പായസമാണല്ലോ. ഇത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുവാണല്ലോ. അപ്പൊ എന്താ ചെയ്യണം, നമ്മള് ക്വിക്ലി പായസം വാങ്ങി, അതായത് ഓണം ടൈം ആവുമ്പോഴേക്കും അതെ. പായസം ബിസിനസ്, ഡ്രസ്സ്, പക്ഷേ പൂവ്. ഗോപു, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 140 കോടി ജനങ്ങളുള്ള ഒരു കൺട്രിയാണ്. അതെ, അതെ. അതില് ഓരോരോ സ്റ്റേറ്റിലും അവനോന്റെ കൾച്ചർ വരുമ്പം, അവനോന്റെ ഫെസ്റ്റിവൽസ് വരുമ്പം നമ്മൾ ഈ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴല്ലേ അതെല്ലാം നമ്മുടെ എക്കോണമിയെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ശരിയാ, പറ്റുള്ളൂ. ശരിയാ, ശരിയാ. നമ്മളൊക്കെ അതിനൊരു ആ, പാർട്ടല്ലോ. നീ പേപ്പറിൽ കണ്ടുവോ, ബിവറേജസ് എത്ര കോടി റുപ്പീസ് ആണ് ഈ പ്രാവശ്യം ആ ആയ ഓണത്തിന് കണ്ടു, ഓണം കണ്ടു, കളക്ഷൻ. കണ്ടു. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, എല്ലാ അതെ, ഇൻഡസ്ട്രിയും അതെ, അതെ, നോക്കിക്കഴിഞ്ഞു അതെ. കഴിഞ്ഞാൽ ശരിക്കും ഒരു ബൂമിംഗ് പീരീഡ് ആണ് ഓരോ ഫെസ്റ്റിവൽ വരുമ്പോഴും. മാത്രല്ല, ഫെസ്റ്റിവൽസ് നിക്കണേ ഇല്ല. അതെ, ഇപ്പൊ ഓണം കഴിയുമ്പോഴേക്കും ശ്രീകൃഷ്ണ ജയന്തി അതെ, വരാറായി. അതെ, ഇപ്പൊ എല്ലാ സ്ഥലത്തും പ്രോഗ്രാം. അതിന്റെ അതെ. തൊട്ട് മുമ്പേ നമ്മള് ഗണപതി ആ വിസർജൻ ആ അതെ, ഫംഗ്ഷൻ. അതെ, അതെ, അതെ. അങ്ങനെ എല്ലാ മാസം ഒന്നോ രണ്ടോ ഫംഗ്ഷൻസ് ഉണ്ട്. അത് പറഞ്ഞപ്പോഴാ, ഗണപതി വിസർജൻ പറഞ്ഞപ്പോഴാ, മുംബൈയിൽ മാത്രം എത്ര കോടി ലഡുവാ വിറ്റേന്നറിയോ. ആ, ഞാനും ഇതുപോലെ ഏതോ ഒരു ഓൺലൈനിൽ ഞാൻ വായിച്ചതാ. 4500 മില്യൺ ക്രോർ ഓക്കെ. മണിയാണ് ഈ ലഡ്ഡൂസിന് മാത്രം ആ, ചെലവാക്കിയത്. പിന്നെ എല്ലാ ഇൻഫർമേഷനും നമുക്ക് വായിക്കുന്നിടത്ത് കിട്ടുന്ന പോലെയല്ല. പക്ഷെ അതെ, ചില കാര്യങ്ങള് ഭയങ്കര ഇതാണ് അല്ലെ. അതെ, എങ്ങനെ അതെ, ഇത്രയും ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. നീ പറഞ്ഞ പോലെ നമ്മളെ ഇക്കോണമിക്ക് നല്ലത് തന്നെയാണ്, അതെ, റിവോൾവ് ചെയ്യുന്നുണ്ട് പൈസ. അതെ. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾക്കൊരു സോഷ്യൽ പ്രഷറും ചെറുതായിട്ട് വരുന്നുണ്ട് ഫാമിലീസിന്. അതുണ്ട്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ പറഞ്ഞില്ലായിരുന്നു, നമ്മള് ദുബായിൽ ഇങ്ങനെ ഓരോരോ വീക്കെൻഡും ഓണം സെലിബ്രേഷൻ. ദുബായിൽ മാത്രമല്ല കേട്ടോ, എല്ലാ US-ലും സ്ഥലത്തും ഉണ്ട്. എല്ലായിടത്തും. അപ്പം ഇങ്ങനെ ഓരോ വീക്കിന് ഇടാനും പുതിയ പുതിയ സെറ്റ് മുണ്ടും, അല്ലെങ്കിൽ സെറ്റ് സാരി, അല്ലെങ്കിൽ ചുരിദാർ. അപ്പൊ ഓരോ ആഴ്ചയിലും ഡിഫറെന്റ് കോസ്റ്റ്യൂംസും എല്ലാമാണ് വരുന്നത്. മാത്രമല്ല എല്ലാരും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്ന കാരണം ഡ്രസ്സ് ഏതാ ഇട്ടേന്ന് മറക്കാനൊന്നും പറ്റില്ല. പണ്ട് നമ്മൾ പറയും ഓർമ്മ ഉണ്ടാവില്ല ആർക്കും നിങ്ങൾ എന്താ ഇട്ടേന്ന്. നമ്മളിത് പോസ്റ്റ് ചെയ്തിടുന്നുണ്ട്, ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ ഫംഗ്ഷൻ ഇതല്ലേ ഇട്ടത്. അതെ, അതെ. ഇപ്പൊ മക്കളുടെ ഓണം സെലിബ്രേഷൻ വന്നപ്പോഴും കഴിഞ്ഞ വർഷം ഇട്ട പട്ടുപാവാട എല്ലാവർക്കും അറിയാം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ വരുമ്പോ, ഓ ലാസ്റ്റ് ഇയർ നമ്മൾ എന്താ ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും സുഖല്ലേ. ഗൂഗിൾ ഫോട്ടോസിൽ നിന്ന് എടുക്കുക, കാണുക. അപ്പൊ പിന്നെ മെമ്മറീസ് അതെ, മെമ്മറീസും വന്നോണ്ടിരിക്കും. അപ്പൊ നമുക്ക് മറക്കാൻ പറ്റില്ലേ. അതെ, അതിന്റെ അതൊന്ന് ചെലവ് റിപ്പീറ്റ് ചെയ്യാൻ
എന്ന് വളരെ പറയാൻ ബുദ്ധിമുട്ടാ. പറ്റില്ല. പക്ഷെ സെലിബ്രേഷൻസ് ഇപ്പൊ കുറച്ചും കൂടി കളർഫുൾ ആവുന്നുണ്ട്, ഗ്രാൻഡ് ആവുന്നുണ്ടല്ലേ. അതെ പിന്നെ ഇത് അതെ. മാത്രല്ല, ക്രിസ്മസ് ഒക്കെ പണ്ട് ഒരു സ്റ്റാർ മാത്രമേ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ആ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ എല്ലാരും ഒരു ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ. വെക്കും. അത് കഴിഞ്ഞ് എവറി ഇയർ ക്രിസ്മസ് ട്രീയിലെ ജ്വൽസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓർണമെന്റ്സ് ഓരോന്നായിട്ട് ആയി. പിന്നെ അതെ നമ്മുടെ പാരന്റ്സ് ഒന്നും ക്രിസ്മസിന് പറഞ്ഞിട്ട് ചിലപ്പോ പുതിയ ഡ്രസ്സ് വാങ്ങില്ല. അതെ. പക്ഷെ ഞങ്ങക്ക് റെഡ്, ഗ്രീന് പല തീം വരും. തീമിന് വേണ്ടിട്ട് ഡ്രസ്സ് വാങ്ങണം. അതെ. ക്രിസ്മസ് സെലിബ്രേഷൻ ഇപ്പൊ സ്കൂൾസിലും ഒക്കെ ഉള്ളത് കാരണം ആ ടൈമിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പിള്ളേര് പ്രോഗ്രാംസിനുണ്ടാവും. അപ്പം ഇതുപോലെ ഗോപു പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ തീമിൽ വരുന്ന റെഡ് കളർ, വൈറ്റ് കളർ, അങ്ങനെ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് റെഡ് ആൻഡ് വൈറ്റ്. അപ്പൊ അങ്ങനെയും കുറേ നമ്മൾ വാങ്ങുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഈദ് പെരുന്നാൾ വരുന്ന സമയത്ത് ആ ബിരിയാണി. ഓരോ റെസ്റ്റോറന്റിലും ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റാ. അതെ കുറച്ച് അതെ നമ്മൾ വീട്ടിലുണ്ടാക്കും, ബാക്കി നമ്മൾ ഓരോ റെസ്റ്റോറന്റിൽ ട്രൈ ചെയ്യണല്ലോ. അതെ അതും പിന്നെന്താണ്, ഇഫ്താറിന്റെ സെറ്റ് ഒക്കെ, കിറ്റ് ഒക്കെ കിട്ടും. അതെ. അപ്പൊ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുള്ള കാരണം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല്, നമ്മൾക്കിപ്പോ പ്രത്യേകിച്ച് റിലീജിയൻ ഒന്നുമല്ല, ഫെസ്റ്റിവൽ വന്നോ ഏതായാലും എൻജോയ്. എല്ലാരും എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അല്ലെ. അതെ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അം ജസ്റ്റ് ബി ഗ്രേറ്റ്ഫുൾ. അതെ. സത്യം. എത്ര സെലിബ്രേഷൻ കിട്ടണു, അതിൽ കുറെ ആൾക്കാർ പൈസക്കാരാവും, നമ്മൾ കുറെ ബിസിനസിന്റെ ഐഡിയാസ് കിട്ടും. അതെ. ഇനി ഓണം വരുമ്പോ നമുക്ക് കുറച്ച് മാസം മുമ്പ് ഒരു ഗാർഡനിൽ കുറെ പൂക്കളും വാഴയൊക്കെ നട്ടാ നമുക്ക് പൈസക്കാരാ. സ്ഥലം ഉണ്ടോ ഇതൊക്കെ ചെയ്യാം നമുക്ക്. പിന്നെ കുഞ്ഞു കുഞ്ഞു ടെക്സ്റ്റൈൽ ബിസിനസ്, അതെ ഓൺലൈൻ ഷോപ്പിംഗ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോഴും അതെ നമുക്ക് നല്ല സെലക്ഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ ട്രൈ ആവുന്ന ഐഡിയാസ്. അതെ അതെ നിങ്ങളുടെ ചോയ്സിൽ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക, ഓൺലൈൻ മീഡിയ യൂസ് ചെയ്തിട്ട് നമുക്കത് സെല് ചെയ്താലും അതെ അല്ലേ. അതെ. correct. കുട്ടികൾക്ക് കുറെ പാറ്റേൺസ്, അതിനോട് അടുപ്പിച്ച് കുറെ പൂക്കൾ ഉണ്ടാക്കിയിടുക. അതെ. അപ്പൊ പൈസ ഏൺ ചെയ്യുക, ഒപ്പം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ എല്ലാ വേണമെങ്കിൽ blessings ഓപ്പൺ കിച്ചണും വേണമെങ്കിൽ ചിലവർക്ക് ട്രൈ of ചെയ്യാനുള്ളതേ course, of ഉള്ളൂ. course. സദ്യ ട്രിവാൻഡ്രത്ത് കേട്ടോ, സദ്യക്ക് ഓർഡർ പ്ലേസ് ചെയ്തവർക്ക് പോലും സദ്യ കിട്ടിയില്ല. ഞാൻ എന്തോ ഒന്ന് കണ്ടു. 3:30 4:30 വരെ ഇരുന്നിട്ട് പോലും അവർക്ക് സദ്യ കിട്ടിയില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നമുക്കും വേണമെങ്കിൽ ഒന്ന് ഇറങ്ങാം. Okay. അങ്ങനെ നമുക്ക് നമ്മുടെ ബ്ലെസ്സിങ്സ് എല്ലാം കൗണ്ട് ചെയ്ത് ലെറ്റ്സ് ബി ഗ്രേറ്റ്ഫുൾ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹെർ വിത്ത് Ren Ren and and Go. Go.